الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും പോരായ്മകളും അബദ്ധങ്ങളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ, അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിലിന് ശേഷിക്കുന്ന കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടെയുമൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ സർജറിക്ക് വിധേയമായിരിക്കുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആജിലായ സമ്പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായ നമസ്കാരത്തിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം. ളുഹറിന് പകരമായി 2 റക്അത്ത് നമസ്കാരവും ളുഹറിൻ്റെ 2 റക്അത്തിൻ്റെ സ്ഥാനത്ത് ഖുതുബയുമായി അള്ളാഹു ഈ നമസ്കാരത്തിനെ നിശ്ചയിച്ചു. ആ 2 റക്അത്തിൽ ഓതൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തുകൾ സൂറത്തുൽ ആലയും സൂറത്തുൽ ഗാശിയയും ഓതാം, അല്ലെങ്കിൽ സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂൻ ഇതും ഓതാം. നമ്മുടെ നാടുകളിലൊക്കെ വളരെ സുലഭമായി ഓതുന്ന സൂറത്തുൽ ആലയും സൂറത്തുൽ ഗാശിയയുമാണ്. നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരു 40 വയസ്സുള്ള വ്യക്തി, അയാൾ 15ാമത്തെ വയസ്സിൽ അയാൾ മുക്കല്ലഫായത് മുതൽ അയാൾ ജുമാ നമസ്കാരം ഒഴിവാക്കാതെ പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അയാൾക്കൊരു 1300 ജുമയിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നിന്നും അയാൾ സൂറത്തുൽ ആലയും ഗാശിയും കേട്ടിട്ടുണ്ടെങ്കിൽ 1300 തവണ സൂറത്തുൽ ആലയും കേട്ടിട്ടുണ്ട്, 1300 തവണ സൂറത്തുൽ ഗാശിയും കേട്ടിട്ടുണ്ടാവും. നിരന്തരമായ ഈ ആശയങ്ങൾ, ഈ വാചകങ്ങൾ, ഖുർആൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇതെന്താണ് പറയുന്നത് എന്ന ആലോചന ഒരു സ്വാഭാവികമായ മനുഷ്യനിൽ ഉണ്ടായിത്തീരേണ്ടതാണ്. അങ്ങനെ സൂറത്തുൽ ഗാശിയയിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞതുപോലെ അയാൾ 1300 വട്ടം സൂറത്തുൽ ഗാശിയ കേട്ടിട്ടുണ്ടെങ്കിൽ 1300 തവണ അയാൾ ആവർത്തിച്ച് കേട്ട ഒരു വചനമുണ്ട്. ആ വചനമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഗാശിയയിൽ നരകത്തിൻ്റെ കെടുതികളും അവിടുത്തെ ഭീതിജനകമായ അവസ്ഥയും അതിനുശേഷം സ്വർഗത്തിനെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യം, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയൊക്കെ അവസ്ഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ആലോചിക്കുന്നത്, അങ്ങനെ ഒരു സ്വർഗവും നരകവുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? ഇത്രയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലവും സ്ഥിതിവിശേഷവും അവസ്ഥകളുമൊക്കെ മനുഷ്യനുണ്ടായത് മുതൽ ഖിയാമത്ത് നാൾ വരെ എത്ര കോടി പരകോടി മനുഷ്യന്മാരുണ്ടാകുമോ അവർക്കൊക്കെ എങ്ങനെ തയ്യാർ ചെയ്യാൻ വേണ്ടി സാധിക്കും? മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഇവരൊക്കെ പുനർജീവിപ്പിക്കാൻ, ഹശ്ർ നടത്താൻ, ബഅസ് നടത്താൻ അള്ളാഹുവിന് സാധ്യമാവുക എന്നൊക്കെ സംശയം ഉന്നയിച്ചപ്പോഴാണ് അള്ളാഹു തആല ആയത്തിറക്കുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. നിങ്ങൾ അന്ത്യനാളിനെ പറ്റിയിട്ടും
അവിടുത്തെ വിചാരണയെ സംബന്ധിച്ചിട്ടുമൊക്കെ നിങ്ങൾ സംശയത്തിലാണ്. എന്നാൽ നിങ്ങൾക്ക് അതിന് തെളിവാണ് ആവശ്യമെങ്കിൽ അള്ളാഹു പറയുന്നത് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, അവർക്ക് ചുറ്റുവട്ടത്തുമുള്ള ഒട്ടകക്കൂട്ടങ്ങളിലേക്ക് നോക്കുന്നില്ലേ? ഒട്ടകത്തിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അതിനെങ്ങനെയാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1300 എന്നല്ല, അതിൻ്റെയും തവണ ഒരുപാട് കൂടുതൽ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലകങ്ങളിൽപ്പെട്ട ഒരുപാട് എണ്ണത്തിൽ ഒരു ജീവിയെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറയുകയും ആ സൂറത്ത് നിരന്തരമായി ഓതിക്കേൾപ്പിക്കുകയും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് അതിൻ്റെ പിന്നിൽ ചില സിറുകളുണ്ട്, ചില രഹസ്യങ്ങളുണ്ട്. അത് മനുഷ്യൻ അറിയേണ്ടതുണ്ട്, മുഅ്മിനീങ്ങൾ അറിയേണ്ടതുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു കേവലമായ ഒരു ചോദ്യമല്ല അള്ളാഹുവിൻ്റേത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുള്ളയൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്, എന്തൊരു അത്ഭുതമാണ് ഒട്ടകത്തിൻ്റെ കാര്യം. മനുഷ്യനേക്കാൾ എത്രയോ വലിപ്പമുള്ള ജീവിയാണ് ഒട്ടകം. ആ ജീവിയെ അള്ളാഹു തആല ഒരുപാട് കഴിവുകൾ നൽകി. ശേഷം നമുക്കത് വിശദീകരിച്ച് പറയാം. ആ കഴിവുകളൊക്കെ നൽകിയിട്ട് പോലും ആ ഒട്ടകത്തിനെ നിയന്ത്രിക്കുന്നത് ഒരു ചെറിയ മനുഷ്യനായിരിക്കും. ആ മനുഷ്യൻ എവിടെ ഒട്ടകത്തിനെ കൊണ്ടുപോകുമോ, തെളിച്ചു കൊണ്ടുപോകുമോ അവിടങ്ങളിലൊക്കെ ഈ ഒട്ടകം മനുഷ്യന് വിധേയപ്പെട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഷുറൈഹുൽ ഖാദി റഹിമഹുള്ളയെ പോലെയുള്ള വലിയ പ്രഗത്ഭരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അദ്ദേഹം ഹദീസിൻ്റെയും ഫിഖ്ഹിൻ്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ ചില സമയത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ശിഷ്യന്മാരോട് പറയും, വരൂ നമുക്ക് ഒട്ടകങ്ങളിൽ നിരീക്ഷണം നടത്താം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഒട്ടകങ്ങളെപ്പറ്റി നിരീക്ഷിക്കണമെന്ന്. വരൂ നമുക്ക് ഒട്ടകങ്ങളെക്കുറിച്ച് ആലോചിക്കാം, നമ്മുടെ ഈമാൻ പിന്നെ കരുത്തുറ്റതാക്കാം എന്ന് പറയുമായിരുന്നു എന്ന് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് കാണാം. നമ്മുടെ നാട്ടിൽ ഒട്ടകം വ്യാപകമല്ല എങ്കിൽ പോലും ഒട്ടകത്തെ കാണാനും പഠിക്കാനും നമ്മുടെ നാട്ടിൽ അതുണ്ടാകണം നിർബന്ധമൊന്നുമില്ല. നമുക്കതിൻ്റെ മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ്, അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം. ആ ഇറങ്ങുന്ന കാലം എന്ന് പറയുന്നത് ഒട്ടകത്തിൻ്റെ ബാഹ്യമായ അവസ്ഥകൾ മാത്രമേ അവർക്കന്ന് മനസ്സിലാക്കാനുള്ള വകുപ്പുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളിന്ന് 1400 വർഷം കഴിയുമ്പോൾ എല്ലാ നിലയിലും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മികവുറ്റതായതുകൊണ്ട് തന്നെ എല്ലാ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒട്ടകത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഒട്ടകത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 40 മുതൽ 50 വർഷം വരെയാണ്. കാരണം മനുഷ്യൻ്റെ ഒരു 60-65 അതിനോളം ഏകദേശം കിടക്കുന്നുണ്ട് ഒരൊട്ടകത്തിൻ്റെ ആയുസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, ഒട്ടകം എന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ശരീരഭാഗം ഒട്ടകത്തിൻ്റെ ഹമ്പാണ്, അതിൻ്റെ കൂനാണ്. മറ്റ് ജീവികളിൽ നിന്ന് വിഭിന്നമായി ഒട്ടകത്തിന് മാത്രം സവിശേഷമായി അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ശരീരഭാഗമാണത്. അത് 2 എണ്ണമുള്ള ഒട്ടകമുണ്ട്, ഒന്നുള്ള ഒട്ടകവുമുണ്ട്. എന്താണ് ഈ ഹമ്പിൻ്റെ ഉള്ളിലുള്ളത്? നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് വെള്ളം സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഹമ്പിൽ വെള്ളമല്ല, കൊഴുപ്പാണ് അതിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഈ കൊഴുപ്പ്, നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിൽ കൂടി കിട്ടുന്ന കൊഴുപ്പുകളൊക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിട്ടും സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഒട്ടകത്തിൻ്റെത് ഈ പ്രത്യേകമായ പൂഞ്ഞ, നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ കൂനെന്നൊക്കെ വിളിക്കുന്ന ഈ ഹമ്പിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഒട്ടകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ, അതിന് ഭക്ഷണം ലഭിക്കാതെയും വെള്ളം ലഭിക്കാതെയും ഒരുപാട് ആഴ്ചകളോളം സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ പിന്നെ ആ ഒട്ടകത്തിന് വേണ്ടുന്നതായ വെള്ളവും ഭക്ഷണ സാധനവും ഊർജ്ജം, മെറ്റബോളിസം, പിന്നെ ഈ ഫാറ്റാണ് പിന്നെ ഉരുകിയിട്ട് അത് ശരീരത്തിലേക്ക് പിന്നീട് റിക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ആരോഗ്യമുള്ള ഒട്ടകത്തിൻ്റെ പൂഞ്ഞ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഹമ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ നേരെ കുത്തനെ നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം ലഭിക്കുന്നില്ല, ഒട്ടകം സർവൈവ് ചെയ്യും. പിന്നെ ഈ പൂഞ്ഞിൽ നിന്നാണ് റീസ്റ്റോർ ചെയ്യപ്പെടുക. അതിനനുസരിച്ചിട്ട് ആ പൂഞ്ഞ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നതായും വലത്തോട്ടേക്കോ ഇടത്തോട്ടേക്കോ ചാഞ്ഞു വരുന്നതായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വെറുതെ ഈ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും മാത്രമല്ല ഈ ഹമ്പിൻ്റെ ഉത്തരവാദിത്വം. തെർമോ റെഗുലേഷൻ, ഒട്ടകത്തിൻ്റെ ശരീരത്തിൻ്റെ ഊർജം നിലനിർത്താനുള്ള കെൽപ്പും അള്ളാഹു ഇതിൽ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഒട്ടകം പ്രധാനമായും സഞ്ചരിക്കുന്നത് മരുഭൂമിയിൽ കൂടിയിട്ടാണ്. കഠിനമായ ചൂടുള്ള സ്ഥലമാണ് മരുഭൂമി. ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടകത്തിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളിലും ഇൻസുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചൂട് ഒട്ടകം റിസീവ് ചെയ്യുകയും അത് ശരീരത്തിൽ കൂടി തന്നെ പുറത്തേക്ക് എളുപ്പത്തിൽ കടത്തിവിടാനുമുള്ള സൗകര്യം ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. നമുക്കങ്ങനെയല്ല. നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും കൊഴുപ്പുള്ളത് കൊണ്ട് തന്നെ ചൂട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണമെങ്കിൽ ഭയങ്കര ടൈം എടുക്കും.
ടൈം കൺസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലും കുഴപ്പമില്ല, ഈ ഹമ്പിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഭാഗത്തേക്ക് ചൂട് പ്രവേശിക്കുന്നു, ആ ഭാഗത്തോടു കൂടി തന്നെ ചൂട് പുറത്തേക്ക് പോകുന്നു. എന്നാൽ കൊഴുപ്പിൻ്റെ ഭാഗത്ത്, ഹമ്പിൻ്റെ ഭാഗത്ത് ഈ ചൂടൊക്കെ പോയി സ്റ്റോർ ചെയ്ത് നിൽക്കുകയാണ്. ഇനി രാത്രി കാലമാകുമ്പോൾ മരുഭൂമിയിൽ നല്ല തണുപ്പുണ്ടാവും. ഈ ചൂടൊക്കെ മാറിയിട്ട് നല്ല തണുപ്പുണ്ടാകുന്ന സമയത്ത് ഇത്രയും തണുപ്പ് ഒട്ടകത്തിന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കൂല, അതിനെ ചെറുത്ത് നിൽത്താൻ വേണ്ടി സാധിക്കൂല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പകൽ മുഴുവനും അതിൻ്റെ ഹമ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ചൂടിനെ അള്ളാഹു കൊടുത്ത ആ കഴിവിൽ കൂടിയിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഫാറ്റ് വ്യാപിക്കപ്പെട്ട് ആ ചൂട് വ്യാപിച്ചിട്ട് ആ തണുപ്പിനോട് പോരടിച്ച് നിൽക്കാനുള്ള കഴിവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒട്ടകത്തിന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ മരുഭൂമിയിലെ കപ്പൽ എന്നൊരു പ്രയോഗം ഒട്ടകത്തിനെ പറ്റി നമ്മൾ നടത്താറുണ്ട്. സത്യത്തിൽ ഈ പ്രയോഗം വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഉമയ്യത്തിൻ്റെ ആ ഒരു ഖിലാഫത്ത് കാലഘട്ടത്തിലെ കവികളുടെ പരാമർശത്തിൽ കൂടിയിട്ടാണ്. സഫീനത്തു സഹറ എന്ന പദം അറബിയിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് തന്നെയാണ് പിന്നെ ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്, ക്യാമൽ എന്ന നിലക്ക് നമ്മൾ പറയാറുള്ളത്. വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒട്ടകം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ഏത് മാമലും സസ്തനികളും തൻ്റെ ഓഫ് സ്പ്രിങ്ങിന്, തൻ്റെ ഇണക്ക് പാലൂട്ടാൻ സാധിക്കുന്ന ജീവികൾക്കാണല്ലോ നമ്മൾ മാമൽ എന്ന് പറയുന്നത്. ഒട്ടകത്തിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി ഏത് ജന്തുവിനെ നമ്മൾ എടുത്താലും, മനുഷ്യൻ ഉൾപ്പെടെ, അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 12% വെള്ളം നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിന് സർവൈവ് ചെയ്യാൻ സാധിക്കൂല, മരിച്ചു പോകും. അത് മനുഷ്യനായാലും അങ്ങനെ തന്നെ, ബാക്കി ഏത് ജന്തുവായാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 30% ബോഡി വെയ്റ്റ് നഷ്ടപ്പെട്ടാൽ പോലും അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതെങ്ങനെ രൂപപ്പെട്ടു വന്നു, ഇതെങ്ങനെ അല്ലാഹു തആല ഈ ഒട്ടകത്തിന് ഇത്രമാത്രം സവിശേഷതകൾ നൽകി. അത് സ്വയം ഒട്ടകം ആർജിച്ചെടുത്തതാണ്, ഒരിക്കലുമല്ല. അതാണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്. മറ്റു ജന്തുക്കൾക്ക് ഓരോ പ്രദേശത്തും ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ അല്ലാഹു തആല ഓരോ ജന്തുവിനെ പടച്ചുവിടുകയും അതിൻ്റെ ശരീരഘടനയെ അങ്ങനെ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒട്ടകത്തിൻ്റെ സഞ്ചാരവും ഒട്ടകത്തിൻ്റെ ചലനവും ഒക്കെ മരുഭൂമിയിലാണ് ആവശ്യം. സാധാരണ മൃഗങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മൃഗത്തിനെ കൊണ്ടുള്ള ഫങ്ഷൻ ഒന്നുകിൽ അത് ഈ പറഞ്ഞ പോലെ വെയിറ്റുകൾ ചുമക്കാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കും മനുഷ്യന് അതുകൊണ്ടുള്ള ഉപയോഗം. ചില ജന്തുക്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഭക്ഷിക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. ചിലതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോല് കൊണ്ടാണ് ഉപയോഗം ഉണ്ടാകുക. എന്നാൽ ഒരു ഒട്ടകത്തിനെ നമ്മൾ നോക്കുന്ന സമയത്ത് മൾട്ടി ഫങ്ഷനാണ്. എന്താ മൾട്ടി ഫങ്ഷൻ? ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം യാത്രക്ക് ഉപയോഗിക്കാം, അതിനെ ലോഡ് വഹിപ്പിക്കാം, ഒട്ടകത്തിൻ്റെ ഇറച്ചി നമുക്ക് കഴിക്കാം. അത് ചില മതക്കാർ കഴിക്കുന്നില്ല, അത് വേറൊരു കാര്യം. അതിന് ബേസിക്കലി ഇസ്ലാം ഹലാലാക്കിയിട്ടുണ്ട് ഒട്ടകിറച്ചി. ഒട്ടകത്തിൻ്റെ തോല് കൊണ്ട് വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്, ഒട്ടകത്തിൻ്റെ പാല് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഒട്ടകത്തിൻ്റെ തലൻ്റെ പുറത്തുള്ള ആ നേർത്ത രോമങ്ങൾ കൊണ്ട് വരെ നമുക്ക് ടെക്സ്റ്റൈൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഈ വെള്ളം നഷ്ടപ്പെടുന്ന സമയത്ത് ഒട്ടകം ഈ രൂപത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഇനി റീഹൈഡ്രേഷനുള്ള അവസരം ലഭിച്ചാലോ? ഇപ്പോൾ നമ്മൾ കുറേ മണിക്കൂർ, ഇപ്പോൾ നമ്മുടെ റമദാനിലൊക്കെ നോമ്പെടുത്തിട്ട് നമ്മൾ ഒരു ഉച്ചയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കും വൈകുന്നേരം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം കുടിക്കേണ്ട ദാഹം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. 4-5 കപ്പൊക്കെ കുടിക്കേണ്ട വെള്ളം ദാഹം നമുക്കുണ്ടാവും. എന്നാൽ നോമ്പ് മുറിച്ചിട്ട് നമ്മളൊരു 2-3 കപ്പ് കുടിക്കുമ്പോഴേക്ക് തന്നെ മാക്സിമം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിലപ്പോൾ പോകാൻ സാധിക്കില്ല. നമ്മുടെ വയറ് നിറയും. ഇനിയും കുടിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കുടിയിൽ, ഒരു സെഷനിൽ ഒട്ടകത്തിന് 30 ഗാലൻ കുടിക്കാൻ വേണ്ടി പറ്റുന്ന അത്രയും സമയം 30% ബോഡിയിൽ നിന്ന് അതിൻ്റെ വെള്ളം നഷ്ടപ്പെട്ടിട്ട് വെള്ളം കുടിക്കാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ 30 ഗാലൻ എന്ന് പറഞ്ഞാൽ എത്രയായി? 100 ലിറ്ററാണ്. 100 ലിറ്റർ വെള്ളമാണ് നമ്മുടെ ഈ സൃഷ്ടിക്ക് കുടിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം അല്ലാഹു തആല ഒരുക്കി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിലേക്കുള്ള വാട്ടർ ടാങ്ക് നിങ്ങളൊന്ന് കണക്കൂട്ടിയാൽ മതി, 1000 അല്ലെങ്കിൽ 500 ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു സെറ്റപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ വലിയ കഴിവിൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹു എന്നാണ് അല്ലാഹു കാണിച്ചു തരുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വെള്ളം പുറത്തേക്ക് പോകുന്ന രീതികളെന്ന് പറഞ്ഞാൽ, ഒന്ന് വേർക്കലാണ്, 2 നമ്മുടെ മലമൂത്ര വിസർജനമാണ്. ഇതിലൊക്കെ നമുക്ക് വെള്ളം നഷ്ടപ്പെടും, വെള്ളത്തിൻ്റെ അളവ് നഷ്ടപ്പെടും. ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒട്ടകത്തിൻ്റെ യൂറിനിൽ കൂടി അല്ലെങ്കിൽ കാഷ്ടത്തിൽ കൂടി പോലും വെള്ളം മാക്സിമം ശരീരം പിടിച്ചു വെക്കും. വളരെ കുറച്ച് വെള്ളം മാത്രമേ യൂറിനിൽ കൂടി പുറത്തേക്ക് വിടാൻ കിഡ്നിയും ഇൻറ്റസ്റ്റൈനും അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടകത്തിൻ്റെ യൂറിനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. മനുഷ്യൻ്റെ യൂറിനും ഒട്ടകത്തിൻ്റെ യൂറിനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിക്ക് ആൻഡ് സിറപ്പി ടൈപ്പായിരിക്കും ഒട്ടകത്തിൻ്റെ യൂറിൻ.
എന്താ കാര്യം? മാക്സിമം വെള്ളം പിടിച്ചെടുക്കും, എന്നിട്ട് ആവശ്യമില്ലാത്തത് മാത്രമേ പുറത്തു വിടും. മനുഷ്യൻ്റെതോ മറ്റു ജന്തുക്കളുടേതോ അങ്ങനെയല്ല. വേസ്റ്റും യൂറിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ പുറത്ത് തള്ളുന്നതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ കണ്ടന്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ എക്സ്ക്രീറ്റ നമ്മൾ കാഷ്ടിക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇൻഡസ്റ്റൈൻ മാക്സിമം വെള്ളം ആ എത്ര ക്വാണ്ടിറ്റിയാണോ പുറത്തേക്ക് തള്ളുന്നത് അതിൽ നിന്നും പുറത്തെടുത്തിട്ട് ആവശ്യമായത് മാത്രം പുറത്തു വിടും. അതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്നറിയോ? സാധാരണഗതിയിൽ നമുക്കറിയാം ഈ മൃഗങ്ങളുടെ ഈ വേസ്റ്റിൽ നിന്നും ഫ്യൂവൽ, ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് മൃഗത്തിൻ്റെ എക്സ്ക്രീറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വെള്ളത്തിൻ്റെ ജലാംശം ഉണക്കി നഷ്ടപ്പെടുത്തിയതിന് ശേഷം അതിനെ കുറേ പ്രോസസ്സിങ് ചെയ്തിട്ട് മാത്രമേ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. കാരണം വാട്ടർ കണ്ടൻറ്റ് അതിലുള്ളിലുണ്ട്, അതുകൊണ്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. എന്നാൽ ഒട്ടകത്തിൻ്റെ പഠനങ്ങൾ പറയുന്നത് ഒട്ടകം കാഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അതിനെടുത്തുകൊണ്ട് ഫ്യൂവലായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ശതമാനം വെള്ളമാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ വെള്ള സംഭരണി, വാട്ടർ റിസർവോയർ ആണ് ഒട്ടകം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒട്ടകത്തിൻ്റെ സഞ്ചാരം മരുഭൂമിയിൽ കൂടിയിട്ടാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഠിനമായി മണൽക്കാറ്റടിക്കുന്ന സ്ഥലമാണ്. ഈ മണൽക്കാറ്റ് കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മൂക്കിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാതുകളിലേക്ക് കയറി കഴിഞ്ഞാൽ യാത്ര പ്രതിബദ്ധമാവും, ബുദ്ധിമുട്ടായിത്തീരും. അല്ലാഹു തആല ഒട്ടകത്തിന് നൽകിയിരിക്കുന്ന കണ്ണുകൾ, അതിൻ്റെ ഐലിഡ് അല്ലെങ്കിൽ ഐബ്രോ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള സാധനമാണ്. ഇപ്പം നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്, 2 എണ്ണം. ഇപ്പം ഇങ്ങനെ ഇതുവാണെങ്കിൽ ഒരു സെറ്റ് നമുക്ക് പറയാം. ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല 3 ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 ലെയർ. ആദ്യത്തെ 2 എണ്ണം ഈ പറഞ്ഞതുപോലെ തൊലിയാണ്, അത് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉൾഭാഗം കാണാൻ വേണ്ടി സാധിക്കില്ല, അത് വളരെ തിക്കാണ്. അതുകൊണ്ട് ഈ മണൽ പൊടികൾ, തരികൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കൂല. ഇനി യാദൃശ്ചികമായി അത് പ്രവേശിച്ചാൽ തന്നെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു 3ാമത്തെ ലിഡ് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിൻ്റെ കണ്ണിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 2 ലെയറിനെയും വെട്ടിച്ചിട്ട് ഒരു മണൽത്തരി കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒട്ടകം അതിൻ്റെ ഡിഫൻസ് മെക്കാനിസമായി 3ാമത്തെ ലിഡങ്ങ് അടക്കും. 3ാമത്തെ ഈ കണ്ണിൻ്റെ ഇതങ്ങ് അടച്ചു കഴിഞ്ഞാൽ പോലും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഒട്ടകത്തിന് മുന്നോട്ടേക്ക് സഞ്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ടേക്ക് സഞ്ചരിക്കണം എന്ന് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. നമുക്കൊക്കെ നാസദ്വാരങ്ങളുണ്ട്. നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് മണക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാസങ്ങൾ നൽകിയിട്ടുണ്ട്. 2 ദ്വാരങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്ക് സ്വയേഷ്ടപ്രകാരം അടക്കാൻ വേണ്ടി സാധിക്കൂല, ക്ലോസ് ചെയ്യാൻ സാധിക്കൂല. ചെവിയും അങ്ങനെ തന്നെയാണ്. ചെവിക്കും ദ്വാരം അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെ അടക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് വേണം ഇനി അതിനടക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന് നൽകിയ കഴിവ് എന്ന് പറഞ്ഞാൽ ക്ലോസബിൾ നോസ്ട്രിൽസ് ആണ്. ഒട്ടകത്തിന് ആവശ്യമായി വന്നാൽ ഈ 2 നാസദ്വാരങ്ങൾ സ്വമേധയെ അടക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കരുതും ഇതെങ്ങനെ പിന്നെ ശ്വസിക്കുക? അടച്ചാൽ പോലും ശ്വസിക്കാനുള്ള ഉപാധി അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ചെവിൻ്റെയും കാര്യം ഇതുപോലെ തന്നെയാണ്. ചെവിയിൽ കൂടി ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഉള്ളിൽ ഈ പൊടികൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കേട്ടോ, അതാണ് ബാക്കി എല്ലാ ജീവൻ്റെതും നമുക്ക് അടക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ സ്വന്തം കൈ തന്നെ ആവശ്യമാണ്. നമ്മൾ മാസ്കൊക്കെ നമ്മൾ ധരിക്കാറുണ്ടല്ലോ, പൊടി അലർജിക്കുള്ള ആളുകൾ അല്ലെങ്കിൽ രോഗാണുക്കൾ കയറാതിരിക്കാൻ, അത് എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. എന്നാൽ ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിഫൻസ് മെക്കാനിസമായി കൊടുത്തിരിക്കുന്നത് സ്വമേധയാ അത് അടച്ചുപൂട്ടാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. മറ്റു ജീവികളും ഒട്ടകം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മറ്റു ജീവികൾക്കൊന്നും കഴിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ വരെ ഒട്ടകത്തിന് കഴിക്കാൻ വേണ്ടി പറ്റും. ഒട്ടകത്തിൻ്റെ പിന്നെ ആമാശയം നമ്മൾ പരിശോധിക്കുമ്പോൾ 3 അറകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഒട്ടകത്തിൻ്റെ ചുണ്ട് നല്ല റബ്ബർ പോലെ ഉറപ്പുള്ള കട്ടിയുള്ള സാധനമാണ്. അതുകൊണ്ട് എന്തും തിന്നാൻ വേണ്ടി പറ്റും. നമ്മളതൊക്കെ വളരെ സോഫ്റ്റാണ്. എല്ലാ മാമൽസിനും നോക്കിയാൽ വളരെ ഫ്രജൈലാണ് നമ്മുടെ ചുണ്ട് എന്ന് പറയുന്നത്. വേഗം മുറിവേൽക്കും. ഏറ്റവും മുള്ളുള്ള വസ്തുക്കൾ വരെ അതിന് തിന്നാൻ വേണ്ടി പറ്റും. പക്ഷെ അത് മറ്റൊരു ജീവിക്കും തിന്നാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒട്ടകവുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് നമ്മളിങ്ങനെ അത്ഭുതപ്പെടും. ഈ കൊടുത്ത ഈ കഠിനമായ മുള്ളുള്ള വസ്തുക്കളേക്ക് എങ്ങനെയാണ് ഒട്ടകം തിന്നു തീർക്കുന്നത്? നിങ്ങൾ അതിൻ്റെ ലിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒട്ടകത്തിൻ്റെ ചുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മേൽ ചുണ്ട് തന്നെ 2 ലെയറായിട്ടുണ്ടാവും. 2 ഭാഗമായിട്ട് നടുക്കൊരു വിഭജനം പോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, നമ്മളൊക്കെ ഭക്ഷണത്തിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ നല്ല ഏത് മാമലായാലും ഉപ്പ് കഠിനമായി നമ്മൾ തിന്നൂല. ഒട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം സാൾട്ടി പ്ലാന്റ് പോലും, വളരെ കയ്പേറിയ പിന്നെ ചെടികൾ പോലും ഒട്ടകത്തിന് കഴിക്കാൻ വേണ്ടി പറ്റും. മറ്റ് ജീവികളുടെ അല്ലെങ്കിൽ മനുഷ്യനാകട്ടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പാലൂട്ടുന്ന ജീവികളാണെങ്കിൽ, ഇപ്പോൾ പാലൂട്ടുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ പാലിൻ്റെ അളവ് കുറയും, ഉൽപ്പാദനം.
ഇപ്പോൾ ഒരു പശുവാണെങ്കിൽ അതിൻ്റെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു, അതിൻ്റെ കിടാവിന് കൊടുക്കേണ്ട പാലിൻ്റെ അളവ് കുറയും. എന്നാൽ ഒട്ടകം സ്വന്തമായി ഡീഹൈഡ്രേറ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത് പുറപ്പെടുവിക്കുന്ന പാലിൻ്റെ തിക്നെസ്സിലോ അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കണ്ടൻറ്റിലോ ഒന്നും തന്നെ കുറയുകയില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഇങ്ങനെ ഒരു അത്ഭുതകരമായ ജീവി നിങ്ങൾക്ക് ചുറ്റുവട്ടത്ത് ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നോക്കാത്തത് എന്ന് നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവർ, നമ്മളിവിടെ ശാസ്ത്രവും മതവും തമ്മിൽ എപ്പോഴും രണ്ട് ദ്വന്ദ്വത്തിലാണ്, രണ്ട് പോളിലാണ് നിൽക്കുന്നത്, എപ്പോഴും എതിരാണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സാധാരണ പറയൽ മതം എന്ന് പറഞ്ഞാൽ എല്ലാ ചിന്തായികളെയും പഠനങ്ങളെയും മൂടിക്കെട്ടി കേവലം വിശ്വാസങ്ങളിൽ മാത്രം തളച്ചിടുന്നതാണ് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ശാസ്ത്രത്തിൻ്റെ തുടക്കം എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്? സയൻസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഒബ്സർവേഷനാണ്. ഒബ്സർവേഷനിൽ നിന്നാണ് എല്ലാം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. എല്ലാത്തിനും തുടക്കം ഒബ്സർവേഷനാണ്. ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വസ്തു ഇങ്ങനെ 4 കാലിൽ നടക്കുന്നു, ഒരു സാധനം 2 കാലിൽ നടക്കുന്നു. അപ്പോൾ എന്നിൽ ഒരു ശാസ്ത്ര ചിന്ത അല്ലെങ്കിൽ ആ ഒരു കുതുകി ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് അഫലാ യൻദുറൂന, നിങ്ങൾ നോക്കുന്നില്ലേ, നോക്കിയിട്ട് അവർ ഒബ്സർവ് ചെയ്യുന്നില്ലേ? എന്നിട്ട് യഅഖിലൂൻ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. അവർ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ പിന്നിലുള്ള പ്രതിഭാസം എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ലേ? മറ്റൊരു സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽഫുൽകി ലതീ തജ്രി ഫിൽ ബഹർ. ഞാൻ അതിൻ്റെ സുദീർഘമായ ആയത്താണ്, അതിൻ്റെ ആശയം ഞാൻ പറയാം. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ രാത്രിയുടെയും പകലിൻ്റെയും മാറി മാറിയുള്ള വരൽ, കപ്പലിൻ്റെ കടലിൽ കൂടിയുള്ള സഞ്ചാരം, ആകാശത്തു നിന്നും പേമാരി വെയിൽ, അതിൽ കൂടി ഭൂമി സജീവമാകൽ, ജന്തുക്കൾക്ക് ഭക്ഷണം ലഭിക്കൽ, കാർമേഘങ്ങളുടെ സഞ്ചാരം, ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിഖൗമി യഅഖിലൂൻ. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ അഖിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ എല്ലാ ബ്രാഞ്ചിലേക്കുമുള്ള സോഴ്സാണ് സത്യത്തിൽ ഈ ആയത്ത്. സയൻസിൻ്റെ എല്ലാ ബ്രാഞ്ചിലേക്കുമുള്ള ശാഖകളിലേക്കുമുള്ള ഒരു സോഴ്സായിട്ടാണ് ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആദ്യം പറഞ്ഞാൽ എന്താ? ആകാശത്തിലേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ്. ആകാശത്തിൽ ദൃഷ്ടാന്തം എന്നുള്ളതാണ്. ആകാശത്തിനെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി. പിന്നെ രാത്രിയുടെയും പകലിൻ്റെയും വ്യതിയാനം, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ജിയോ സയൻസ് എന്ന് പറയുന്നത്. കടലിൽ കൂടി സഞ്ചരിക്കുന്നത് വലിയ ദൃഷ്ടാന്തമായി പല ആവർത്തി അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പ്രത്യേകം പഠിക്കുകയും പറയുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പലതവണ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കടലിൽ കൂടി സഞ്ചരിക്കുന്നതിൻ്റെ അത്ഭുതങ്ങൾ ആലോചിച്ചിട്ടില്ലേ? ഇതാണ് മെറൈൻ സയൻസ് എന്ന് പറയുന്നത്. അവിടെ കപ്പലിൻ്റെ ഫിസിക്സ് പഠിക്കും, ആ കപ്പൽ എങ്ങനെയാണ് ഈ വെള്ളത്തിൽ സഞ്ചരിക്കുന്നതെന്ന് പഠിക്കും, വെള്ളത്തിനെ കുറിച്ചുള്ള പ്രതിഭാസങ്ങൾ പഠിക്കും. പിന്നെ വെള്ളത്തിൽ കുറിച്ച് തന്നെയാണല്ലോ നമ്മൾ ഹൈഡ്രോളജി എന്ന് പറയുന്നത്. കാറ്റിനെക്കുറിച്ചും കാർമേഘങ്ങളും കുറിച്ചുള്ള പഠനമാണ് മീറ്ററോളജി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഞാനൊരു അള്ളാഹുണ്ട്, ഞാനൊരു ദൈവമുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് അള്ളാഹു നിർത്തുകയില്ല. നിങ്ങൾ സഞ്ചരിക്കുക ഭൂമിയിൽ കൂടിയിട്ട്. അഫലം യസീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കും, നിങ്ങളിതൊക്കെ കാണും, മനസ്സിലാക്കി, എന്നിട്ട് നിങ്ങൾ ഇതിനൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മിസ്സിങ് ഡോട്ട്സ് ഉണ്ടാവും. ചിലതിനൊന്നും കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു? എവല്യൂഷനുമായി ബന്ധപ്പെട്ട്, പരിണാമവുമായി ബന്ധപ്പെട്ട് ഒരു വായന നടത്തുന്നതിൻ്റെ ഇടയിൽ പിന്നെ ആ ചാൾസ് ഡാർവിനാണല്ലോ എവല്യൂഷൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആൾ. അയാൾ എവല്യൂഷൻ്റെ ഒരു തിയറിയിലേക്ക് എത്താൻ വേണ്ടി അയാൾ ചെലവഴിച്ചത് ഏകദേശം 6 വർഷമാണ്. 6 വർഷത്തെ സഞ്ചാരമാണ് അയാളെ എവല്യൂഷൻ എന്ന് പറഞ്ഞ സിദ്ധാന്തത്തിലേക്ക് അയാൾ എത്തിച്ചത്. അപ്പോൾ അത് വേറെ ചർച്ചയാണ്. അത് എവല്യൂഷൻ്റെ ഇസ്ലാമിക ഇതിലൊക്കെ മറ്റൊന്ന് ചർച്ച ചെയ്യാം. പക്ഷെ അയാൾ പറഞ്ഞു വെക്കുമ്പം പോലും നമുക്ക് അവിടെ ഒരു മിസ്സിങ് ഡോട്ട് ഉണ്ട്. അയാൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ സർവ്വചരാചരങ്ങൾക്കും പൊതുവായ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഏതോ ഒരു ആൻസിസ്റ്ററിൽ നിന്നും രൂപമാറ്റം സംഭവിച്ച് കാലത്തിനോടനുസരിച്ച് കൊണ്ട് മാറ്റം സംഭവിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ജന്തുക്കളുണ്ട് എന്ന് പറയപ്പെടുന്നത്. ഡിബേറ്റബിൾ ആണ്, അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നതല്ല. അവിടെ പറയുമ്പോൾ പോലും ആ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ചാൾസ് ഡാർവിൻ ആരാന്ന് പറയുന്നത് നിങ്ങൾക്ക്? അയാളുടെ പിതാവ് പള്ളിയിൽ അച്ഛനാകാൻ വേണ്ടി ഒരു ഓക്സ്ഫോർഡിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർത്ത ആളാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചിന്ത കൊണ്ട് അയാൾ ഇങ്ങനെയായി മാറുന്നത്. പക്ഷെ നമുക്കും അവിടെ മിസ്സിങ് ഡോട്ട് ഉണ്ട്. ഇപ്പൊ ഇയാൾ പറയുന്നത് പോലെ പിന്നെ ആ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ജന്തുക്കളും വന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ശരി, അത് നമുക്ക് വാദത്തിനുണ്ട്, അംഗീകരിക്കാം. എന്നാൽ ആ ഒന്നാമത്തെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടല്ലോ,
ബാക്കിപ്പോൾ 100 ജന്തുക്കൾ ഇവിടെ ഉണ്ട്, 100 ഉണ്ടായതും ഒന്നില്ലെന്ന്. ശരി, അതിങ്ങനെ ഇവല്യൂഷൻ സംഭവിച്ച് ഇങ്ങനെ ആയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ഫസ്റ്റത്തെ ഒന്നുണ്ടല്ലോ, അതങ്ങനെ രൂപപ്പെട്ടു. ആ മിസ്സിംഗ് ഡോട്ട് ഫില്ല് ചെയ്യാൻ ഇസ്ലാമിന് മാത്രമേ സാധിക്കൂ, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് വളരെ അന്തസ്സോടുകൂടി ഒരു വിശ്വാസിക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇനി ഒട്ടകവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന പരാമർശങ്ങൾ, ഹദീസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമുക്ക് ഒട്ടകത്തിന് പൊതുവെ പരിചയപ്പെടുത്തുന്നത് സഹനശേഷിയുള്ള വളരെ സിമ്പിളായ ഒരു ജീവിയായിട്ടാണ്. ഓരോ ജീവിയെയും എഴുത്തുകളും ലിറ്ററേച്ചറും സമീപിക്കുന്ന വ്യത്യസ്ത രീതികൾ. ഇപ്പോൾ കടുവയെ പിന്നെ നമ്മുടെ എഴുത്തുകളിലും വായനകളിലും ഒക്കെ നൽകുന്ന ഒരു ചിത്രമുണ്ട്. അത് പൂച്ചക്ക് വേറൊരു ചിത്രമാണ്. പക്ഷെ ഒട്ടകം അത് സിമ്പിളാണ്. ഹദീസിൽ നമുക്കതങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ ഏതുപോലെയാണ്? അൽ മുഅ്മിനൂന ഹയ്യിനൂന ലയ്യിനുൻ. മുഅ്മിനീങ്ങൾ ഭയങ്കര സോഫ്റ്റാണ്, മയപ്രകൃതക്കാരാണ്. ഏതുപോലെ? കൽ ജമലിൽ ആനിഫ്. കൽ ജമലിൽ ആനിഫ്. എങ്ങനെ? മൂക്ക് കയറിടപ്പെട്ട ഒട്ടകത്തിന് പോലെയാണ് മുഅ്മിനീങ്ങൾ. ഇൻ ഉനീഖ ഇസ്തനാഹ ഇൻ ഖാദ ഇൻ ഖീദ ഉൻഖാദ. അതായത് ഒട്ടകത്തിനെ ഒരാൾ തെളിച്ചു കൊണ്ടുപോകണം, ഇങ്ങോട്ടേക്ക് നടക്കും എന്ന് പറഞ്ഞാൽ ആ ഒട്ടകം നടക്കും. ചിലപ്പോൾ അത് മുള്ളുള്ള സ്ഥലമായിരിക്കും, പ്രയാസമുള്ള സ്ഥലമായിരിക്കും. പക്ഷെ ആ ഒട്ടകത്തിന്റെ പിന്നെ ബേസിക് എന്ന് പറയുന്നത് തന്നെ തെളിക്കപ്പെട്ടാൽ അങ്ങോട്ടേക്ക് പോകും. വഇൻ ഉനീഖ അലാ സഖറത്തിൻ ഇസ്തനാഹ. ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ വന്നിട്ട് ആ ഒട്ടകത്തിനോട് മുട്ടുകുത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒട്ടകം മുട്ടുകുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒട്ടകം ഒരു സിമ്പിളായ ജീവിയായി, തവാദുള്ള ജീവിയായിട്ടാണ് എഴുത്തുകളിലും ലിറ്ററേച്ചറുകളിലും ഹദീസുകളിലും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒട്ടകം ഉള്ള ഒരാൾ എന്ന് നമ്മളിങ്ങനെ കൺസെപ്റ്റ് എടുക്കുമ്പോൾ സമ്പന്നൻ എന്നുള്ള നിലക്കാണ് ഇസ്ലാം കാണുന്നത്. ഇപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഇന്ന് നിശ്ചിതമായ സമ്പത്തുള്ള ആളാണ്. അപ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നത്? ഒരു വർഷം എൻ്റെ കയ്യിൽ ഇത്ര പവൻ, 10 പവൻ എൻ്റെ കയ്യിലുണ്ട്, ആ 10 പവൻ ഞാൻ ചെലവഴിക്കാതെ വെക്കുന്നു എങ്കിൽ അതിൻ്റെ 2% കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ 10 പവന് പുറമെ അയാൾക്ക് ജീവിക്കാനുള്ള സോഴ്സ് ഉണ്ട് എന്നാണല്ലോ അർത്ഥം. അതുകൊണ്ടാണ് ഇതിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒട്ടകത്തിൽ സക്കാത്ത് തുടങ്ങുന്നത് 5 ഒട്ടകം ഒരാളെ കയ്യിലുണ്ടെങ്കിൽ ഇസ്ലാം അയാളെ കാണുന്നത് ആളൊരു ധനികനാണ്. ആ 5 ഒട്ടകമുണ്ടെങ്കിൽ അതിൽ ഒരാടിന് കൊടുക്കണം, 10 ഒട്ടകമുണ്ടെങ്കിൽ 2 ആടിന് കൊടുക്കണം എന്ന കണക്ക് നോക്കുന്നു. പിന്നീട് നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടയാളമായി ഈ ഭൂമിയിൽ പലതിനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. മൂസാ നബിൻ്റെ വടി, അതുപോലെ പല കാര്യങ്ങളും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒട്ടകമായിരുന്നു. ആ ഒട്ടകത്തിന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന സമയത്ത് നാഖത്തുള്ള എന്ന പ്രയോഗമാണ് നടത്തിയത്. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം അവരോട് ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണം, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നതിന് തെളിവാണെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പാറക്കല്ലിൽ നിന്നും അള്ളാഹു തആല പുറപ്പെടുവിച്ചത് ഒട്ടകത്തിനാണ്. പക്ഷെ ആ ഒട്ടകം പുറപ്പെടുവിച്ചെന്നുള്ളത് വലിയ അത്ഭുതമാണ്. പക്ഷെ അള്ളാഹു അതിനെങ്ങനെ പരാമർശിച്ചു എന്നുള്ളതാണ്. നാദിഹി നാഖത്തുല്ലാഹ് എന്ന് പറഞ്ഞത്, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. അപ്പോൾ ഒട്ടകത്തിന് ആ കൾച്ചറിലും സിവിലൈസേഷനിലും അത്രമാത്രം പ്രാമുഖ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രിയമുള്ളവർ, എന്തിനേറെ പറയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിച്ചേർന്ന സന്ദർഭത്തിൽ എല്ലാ ആളുകളും പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ താമസിക്കണം, ഞങ്ങളെ വീട്ടിൽ താമസിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ അതിന് തീരുമാനാക്കിയത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഒട്ടകം എവിടെ മുട്ടുകുത്തുന്നോ അവിടെ ഞാൻ വീടെടുക്കും എന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ചില സ്വഭാവങ്ങൾ ഒട്ടകത്തിൻ്റെത് പോലെ ആകരുതെന്നും ഹദീസുകളിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഞാനിത് പറയുന്നത് ഒട്ടകവുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ളൊരു അവലോകനം മാത്രമാണ്. ഒട്ടകത്തിൻ്റെ വെള്ളം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരൊറ്റ ഇപ്പിൽ ഒറ്റ സെഷനിൽ ഒരു 30 ഗാലൻ 100 ലിറ്റർ ഒറ്റയടിക്ക് കുടിക്കും. നബി നിങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ആയിപ്പോകാൻ പാടില്ല. ലാ തശ്റബു ശുർബൽ ബഈർ. ഒട്ടകം കുടിക്കുന്നത് പോലെ ഒറ്റയടിക്ക് നിങ്ങൾ വെള്ളം കുടിക്കരുത്. അത് ഇറക്കിറക്കായി 3, 4, 5 ഒക്കെ ആയിട്ട് കുടിക്കണം എന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒട്ടകത്തിൻ്റെ അത്ഭുതവും അതിൻ്റെ പ്രതിഭാസവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഖുർആൻ ഷരീഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഖിറത്തിൻ്റെ ഭയാനകത പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല ഉപയോഗിച്ച കുറേ അടയാളങ്ങളുണ്ട് ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത പറയാൻ വേണ്ടിയിട്ട്. അതിലൊന്ന് അല്ലാഹു പറഞ്ഞത് വഇദൽ ഇശാറു ഉത്തിലത്ത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകത്തെ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ദിവസം. അപ്പോൾ അറബി അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ സംസ്കാരത്തിൽ ഒട്ടകത്തിൻ്റെ പ്രാമുഖ്യമാണെന്ന് പറയുന്നത്. ഒട്ടകം എന്ന് പറയുന്നതിന് വിലപിടിപ്പുള്ളൊരു സാധനമാണ്. ആ ഒട്ടകം ഗർഭിണിയും കൂടി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വില 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അത് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രൗഢിയായിരിക്കും. അപ്പോൾ അല്ലാഹ് പറയാണ്, ഖിയാമത്ത് നാളാകുമ്പോൾ ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തിനെ വളരെ നന്നായിട്ട് നോക്കും.
നമ്മൾ മെന്നാന്നൊരു ഹദീസ് ചർച്ച ചെയ്തപ്പം ഓർമ്മ വന്നു, ഒരു നബി സല്ലല്ലാഹു ഒരു പ്രവാചകൻ തൻ്റെ അനുയായികളോട് യുദ്ധത്തിന് പോകാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്, 3 ആൾ ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. 3 ആൾ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി പാടില്ല. ആരാണ്? ഒന്ന്, ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, അയാൾ വീട്ടിൽ കൂടിയിട്ടില്ല, വീട്ടിൽ കൂടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. രണ്ടാമത് ആ പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ വീടിൻ്റെ പണി തുടങ്ങി, അതിൻ്റെ മേൽക്കൂര പൂർത്തിയായിട്ടില്ല എങ്കിൽ അയാൾ ഞങ്ങളുടെ കൂടെ ജിഹാദിന് വരേണ്ടതില്ല, അത് പൂർത്തിയായിട്ട് വന്നാൽ മതി. കാരണം അയാൾ പിന്നെ ജിഹാദിന് വന്ന അയാളെ ചിന്ത മൊത്തം വീട്ടിൻ്റെ മേൽക്കൂരിനെ പറ്റിയായിരിക്കും. മൂന്നാമത് ആ പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ പിന്നെ ഗർഭിണിയായ ഒട്ടകത്തിനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒട്ടകത്തിൻ്റെ പ്രസവം കഴിയുന്നവർ വരാൻ പാടില്ല. എന്തുകൊണ്ട് പറഞ്ഞു? അത് അത്രയും വിലപിടിപ്പുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഒട്ടകത്തിന്റെ പ്രസവം എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയിൽ ജിഹാദിന് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളുടെ മനസ്സ് മുഴുവൻ വീട്ടിലായിരിക്കും, ഒട്ടകത്തിന്റെ പ്രസവത്തിനെ കുറിച്ചായിരിക്കും. അപ്പൊ അത് വസ്വസകൾ ഉണ്ടാക്കിയിട്ട് ജിഹാദിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ആ ഒരു ഒട്ടകം പ്രസവിക്കാൻ എടുക്കുന്ന സമയത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. അതാണ് അല്ലാഹു തആല എടുത്തുദ്ധരിച്ചത്, വഇദൽ ഇശാറു ഉത്തിലത്. അങ്ങനെ നിറവയറുള്ള ഗർഭിണികളായ ഒട്ടകത്തിനെ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ദിവസമാണ് ഖിയാമത്തിന്റെ നാളെന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വിഷയത്തിന് അവസാനിപ്പിക്കാം. നമ്മൾ ചിന്തിക്കണം, ഇനി ഇതിനെ പഠിക്കാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. നമ്മളിതിനെ വായിക്കും, നമ്മുടെ ഈമാനുകൾ നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാലഘട്ടത്തിൽ മദീനയിൽ കുറച്ചാളുകൾ നബിതങ്ങളെ കാണാൻ വേണ്ടി വന്നു. മദീനൻ്റെ ക്ലൈമറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു നാട്ടിൽ പുതുതായിട്ട് പോയി കഴിഞ്ഞാൽ ക്ലൈമറ്റുമായി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ നമുക്ക് അസുഖം ഉണ്ടാവും. ഒരു വിഭാഗം ആളുകൾ വന്നപ്പോൾ, ഉഴക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആളുകൾ വന്നു, അവർക്കൊക്കെ ഭയങ്കരമായ പനിയായി. മദീനത്തെ ക്ലൈമറ്റ് അവർക്ക് പിടിക്കുന്നില്ല. ഫജ്തവഉ അൽ മദീന. അങ്ങനെ മദീനത്തെ ക്ലൈമറ്റ് അവർക്ക് പിടിക്കാതിരുന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ സക്കാത്തിൻ്റെ കുറച്ച് ഒട്ടകങ്ങളുണ്ട്. അപ്പം അന്ന് നിബിധങ്ങൾ ഭരണാധികാരിയുള്ളത് കൊണ്ട് അവിടുത്തെ സക്കാത്തിൻ്റെ സാധനങ്ങളൊക്കെ നിബിധങ്ങളാണ് ശേഖരിക്കുക, അതിന് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. ആ ഒട്ടകത്തിൻ്റെ ഫയഷ്റബു മിൻ അൽബാനിഹ വ അബുവാലിഹ. നിബിധങ്ങൾ ചികിത്സക്ക് കൊടുത്ത മരുന്ന് എന്ന് പറയുന്നത്, ഒരു പക്ഷേ അതൊരു നമ്മളതിനകത്ത് പഠിക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടി വരും. എന്താണ് നിബിധങ്ങൾ പറഞ്ഞത്? ആ ഒട്ടകത്തിൻ്റെ പാലും ആ ഒട്ടകത്തിൻ്റെ മൂത്രവും കുടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന് രണ്ടും മിക്സ് ചെയ്തിട്ടാണോ അല്ല വേറെ വേറെയാണോ? രണ്ടും പോസിബിളാണ്. ഹദീസിൻ്റെ ടെക്സ്റ്റിലുള്ളത് മിൻ അൽബാനിഹ വ അബുവാലിഹ, അതിൻ്റെ പാലും കുടിക്കണം, ബൗലും മൂത്രം കുടിക്കണം എന്നാണ്. രണ്ടും പോസിബിളാണ്. ഏതായാലും അവർ കുടിച്ചു, അവരുടെ രോഗമൊക്കെ ഭേദമായി. അതിനുശേഷം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളെ വിഷയവുമായി ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്, ആധികാരികമാണ്. ഹദീസ് 5686 ഹദീസാണിത്. അപ്പോൾ ഇവിടെ പാരമ്പര്യ ചികിത്സകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ യൂറിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള CU എന്നാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുക, ക്യാമൽ യൂറിൻ. ഈ CU ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആയുർവേദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാരക സംഹിതയിൽ ഈ പറയപ്പെട്ടതിൽ ഒട്ടകത്തിൻ്റെ യൂറിൻ ചികിത്സക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിക്കപ്സിന്, നമ്മുടെ എക്കിടുക എന്ന് പറയുന്ന രോഗം, അതുപോലെ പൈൽസിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചുമക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി യോഗചന്ദ്രിക എന്ന് പറയുന്ന ആയുർവേദത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യവും നമ്മുടെ നിയമമൊക്കെ നോക്കിയിട്ട് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളും പറയണം എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞു പോവുകയാണ്. പല രോഗങ്ങൾക്കും ഇത് ചികിത്സയായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനെപ്പറ്റി ആധികാരികമായി നടന്ന പഠനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ 2 തരം ക്ലെയിമുകളാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, ഒട്ടകത്തിൻ്റെ ഈ ബൗല് പാലുമായി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ രോഗങ്ങൾ ലിസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന രോഗത്തിന് നല്ലത്, ഇന്ന രോഗത്തിന് നല്ലത്, ഇന്ന രോഗത്തിന് നല്ലത്. എത്രത്തോളം തലമുടി കുറവുള്ള ആളുകൾക്ക് പിന്നെ ഇണചേരാത്ത ഒട്ടകത്തിൻ്റെ മൂത്രം അത് ഇന്ന രൂപത്തിൽ തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചർമ്മരോഗത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ട്രഡീഷൻ വഴി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അന്ന് ആ വിഭാഗത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾ വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പറയില്ലല്ലോ, തങ്ങളത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. മൊറോക്കോയിൽ 2021 മുതൽ 2023 കാലഘട്ടങ്ങളിലായിട്ടാണ് ആധികാരികമായ ഒരു പഠനം ഈ വിഷയത്തിൽ നടന്നത്. അപ്പോൾ വേറൊരു ക്ലെയിമും കൂടിയുള്ളത്, ആൻറ്റി ക്യാൻസർ സെല്ലുകൾ അല്ലെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ചില വസ്തുക്കൾ ഈ CUയിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊരു പ്രചരണവുമുണ്ട്. അങ്ങനെ മൊറോക്കോയിൽപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഏകദേശം 384 ആളുകളിൽ അവർ റിസർച്ച് നടത്തിയിട്ട് അവർക്ക് പോസിറ്റീവായ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പല രോഗങ്ങൾക്കും അത് ഭേദകമാകുന്ന രൂപത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം നമ്മൾ അതിൻ്റെ മറ്റേ ഭാഗം നോക്കുന്ന സമയത്ത് WHO
ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ളത് ക്യാൻസർ ബാധിതരായ ആളുകളിൽ ഈ പറയപ്പെട്ട CU വളരെ പോസിറ്റീവാണെന്ന് കണ്ട സ്ഥിതിക്ക് അവർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25 ക്യാൻസർ പേഷ്യൻസ്, അതിൽ ഇത്ര സ്ത്രീകൾ ഇത്ര പുരുഷന്മാർ, അവരിൽ പഠനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ക്യാൻസർ പേഷ്യൻസിൽ ഒട്ടകത്തിൻ്റെ CU കൊണ്ട് വലിയ മാറ്റമുണ്ടായിട്ടില്ല എന്ന് അവരുടെ ആ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഏതായാലും മഞ്ഞപ്പിത്തം പോലെയുള്ള, ശരീരത്തിൻ്റെ നീർക്കെട്ട് പോലെയുള്ള പല രോഗങ്ങൾക്കും നല്ലതാണ് എന്നുള്ള നിലക്കുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളിലും ഔഷധ മൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനും അതിൽ കൂടി അള്ളാഹുവിനെ കണ്ടെത്താൻ, അതാണ് അതിൻ്റെ വിഷയം. നമ്മളിങ്ങനെ കണ്ടെത്തിയിട്ട് ഒട്ടകം വലിയ സംഭവമാണല്ലേ, നബിന് ഒട്ടകത്തിന് നമുക്കൊരു ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചിട്ട് ഒട്ടകത്തിന് നമുക്ക് ബഹുമാനിച്ചില്ല, അങ്ങനെയല്ല. ആ ഒട്ടകത്തിൽ കൂടി നമ്മൾ എത്തേണ്ടുന്ന വഴി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കാണ്. അതാണ് മുഅ്മിന്റെ പ്രത്യേകത. മുഅ്മിൻ എന്ത് കാണുമ്പോൾ കണ്ട് അതിലേക്കല്ല നിൽക്കുക. മുഅ്മിൻ ഇതെല്ലാം പാത്വയാണ്, ഇതെല്ലാം കണ്ടിട്ടും അവൻ എത്തുന്നത് അള്ളാഹുലേക്കായിരിക്കും. അപ്പം ഞാൻ തുടങ്ങി വെച്ചെടുത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. 1300 വട്ടം 25 വർഷം ഒരാൾ ജുമാക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ കേൾക്കുന്ന വചനമാണ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിനെ പറ്റി ചിന്തിക്കുന്നില്ലേ അതിൻ്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ പറഞ്ഞു പോകും. ഖുർആൻ പറഞ്ഞതുപോലെ റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില, പടച്ചവനെ നീ ഇത് വെറുതെ പടച്ചതല്ല, ഇതിൻ്റെ പിന്നിൽ വലിയ തത്വങ്ങളുണ്ട്, പൊരുളുകളുണ്ട്. ഫഖിന അദാബന്നാർ, ഞങ്ങളിൽ ശരിയായ വിശ്വാസം ഞങ്ങൾക്ക് നൽകിയിട്ട് ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളെ കുറിച്ച് യഥാവിധി ചിന്തിക്കുവാനും അതിൽ കൂടി അള്ളാഹുലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.